ഹൈ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും അലോട്ട്മെന്റ് പ്രോസസ്, അഡ്മിഷൻ പ്രോസസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനൊന്ന് ജനറലൈസ് ചെയ്ത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നേരെ നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കടക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നിങ്ങൾ അലോട്ട്മെന്റ് തുടങ്ങിയ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം, അതായത് 10ാം ക്ലാസ്സിൽ ഈ വർഷം 10 കഴിഞ്ഞ് പ്ലസ് 1ലേക്ക് പഠിക്കാൻ ഉദ്ദേശിച്ച പല കുട്ടികളുടെ മനസ്സിലേക്ക് പോയൊരു കാര്യം, SLC ഞാൻ ഒന്നുകൂടി നന്നായി പഠിച്ച് കുറച്ച് മാർക്കൊക്കെ വാങ്ങിയിരുന്നെങ്കിൽ ഇത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ട്, ഒരു കൺസേൺ ഉണ്ട്, അടുത്ത വർഷം പ്ലസ് 1 നന്നായി പഠിക്കണം എന്നൊക്കെ ചില കുട്ടികൾക്ക് ഒരു തോന്നലുണ്ടാവാം. പക്ഷേ ഇത് പ്ലസ് 1 ആസ് യൂഷ്വൽ ക്ലാസ്സൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ചെയ്യുക, ബാക്ക് നോർമലിൽ പോകും. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു അണ്ടർലൈൻ ജോലി വെക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് പഠിച്ചു, കാരണം കോമ്പറ്റീഷനാണ്. ആകെ കുറച്ച് സാധ്യതകൾ, ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുള്ളൂ. നിങ്ങളുടെ മുന്നിൽ ആകെ കുറച്ച് സീറ്റാണ്. ആ സീറ്റാണ് എല്ലാ കുട്ടികളും എന്ത് ചെയ്യുന്നത്, മത്സരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഭാവിയിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇനി നിങ്ങൾ പ്ലസ് 2 കഴിഞ്ഞിട്ട് ഏതൊരു മേഖലയിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിച്ചാൽ അവിടെയൊക്കെ കോമ്പറ്റീഷനാണ്. അപ്പോൾ എവിടെയാണോ നമ്മളുള്ളത് അവിടെ നിങ്ങൾ ഏറ്റവും ബെസ്റ്റായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് നിങ്ങൾക്ക് കൃത്യമായി വേണ്ടത് നല്ല ഗൈഡൻസും മോട്ടിവേഷനും, എന്താ പറയുക, കൃത്യമായ ഒരു പ്ലാനിങ് ഒക്കെ അല്ലേ. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്താൽ ഒരുപാട് സീരീസ് ആൻഡ് വീഡിയോസ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ 2 ദിവസം മുന്നേ ഈ ആഴ്ച വാങ്ങിയ 2 പുസ്തകങ്ങളാണ്. ഒന്ന് ഹൗ ടു ഇംപ്രൂവ് കോൺസെൻട്രേഷൻ, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ ടോപ്പേഴ്സ് സ്റ്റഡി ഹാക്സ്. ഈ 2 പുസ്തകങ്ങളാണ് ഞാൻ ഈ ഒരു ആഴ്ച വായിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ പുസ്തകം വായിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതിൻ്റെ ഒരു സീരീസ് ഞാൻ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കാരണം ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന പല വീഡിയോസും അത് കാണുന്ന ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു കാര്യം അതിന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യം, അല്ലാതെ വേസ്റ്റ് ഓഫ് ടൈം ആയിട്ട് ഒരു കണ്ടന്റ് ഞാൻ ഈ വീഡിയോയിൽ എന്ത് ചെയ്യാറില്ല, എൻ്റെ ഒരു ചാനൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാറില്ല, ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാറില്ല. സോ ബാക്ക് ടു നമ്മുടെ ടോപ്പിക്കിൽ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിരിക്കുകയാണ്. സെക്കൻഡ് അലോട്ട്മെന്റ് ഇന്ന്, അതായത് 20ാം തീയതി വന്നിരിക്കുകയാണ് അല്ലേ. ഇനി വരാനിരിക്കുന്ന 21ാം തീയതി, 21ാം തീയതി, അതായത് ഇന്നാണ് ജൂൺ 21 ഇന്ന് വന്നിരിക്കുകയാണ്. ഇനി അതേപോലെ 22, 23 തീയതികളിലാണ്, അതായത് നാളെയും മറ്റന്നാളെയും, അതായത് ഇന്ന് ഞായറാഴ്ചയാണ്, തിങ്കളും ചൊവ്വാഴ്ചയുമായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. ആർക്കാണ് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ? സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഫസ്റ്റ് ഓപ്ഷൻ, കഴിഞ്ഞ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ എല്ലാ സ്കൂളിലും അഡ്മിഷൻ എടുത്ത ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കൊഴികെ സെക്കൻഡ് ഓപ്ഷൻ മുതൽ താഴോട്ട് ഏതൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് താൽക്കാലികമായി സ്കൂൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത സെക്കൻഡ് ഓപ്ഷന് ശേഷം ഉള്ള എല്ലാ സ്കൂളിലേക്കും നിങ്ങൾ എന്ത് ചെയ്യും, ഈ പറയുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഈ വരുന്ന സെക്കൻഡ് അലോട്ട്മെന്റ് പരിഗണിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഒരുപാട് ആളുകൾക്ക് ഈ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. കിട്ടിയ ആളുകൾ ഞാൻ ഈ പറയുന്ന 23ാം തീയതി വൈകിട്ട് 5 മണിൻ്റെ മുന്നേ പാരൻറ്റിൻ്റെ കൂടെ നിങ്ങൾ സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും ചില കുട്ടികൾ പറയും, സാറേ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കിട്ടിയില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയോട് കേട്ടോ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കൊടുക്കുന്ന സ്കൂളിൽ നല്ല ഡിമാൻഡുള്ള സ്കൂളാണ്. അതായത് ദാറ്റ് മീൻസ് എല്ലാവരും ആ സ്കൂളിൽ കിട്ടണം എന്ന് ആഗ്രഹിച്ച് കൊടുക്കുന്ന സമയത്ത് അതായിരിക്കും ഒന്നാമത്തെ കാരണം. ചിലപ്പോൾ നിങ്ങളുടെ മാർക്കൊക്കെ ഉണ്ടായിരിക്കും, ചിലപ്പോൾ 8A+ ഉണ്ടായിരിക്കാം, 7A+ ഉണ്ടായിരിക്കും. സാറേ എനിക്ക് കിട്ടുന്നില്ലല്ലോ. കിട്ടും. അത് നമ്മൾ സ്കൂളിൽ നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻ കൊടുക്കുന്നതിൽ ഒരു കളിയുണ്ട്. അപ്പം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സ്കൂളിൽ എല്ലാവർക്കും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള സ്കൂളിലേക്ക് എന്ത് ചെയ്യും, നിങ്ങൾ അലോട്ട്മെന്റിന് പരിഗണിക്കും. എന്തായാലും തേർഡ് അലോട്ട്മെന്റ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തേർഡ് അലോട്ട്മെന്റ് ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ നേരെ സപ്ലിമെന്റിലേക്ക് പോവുകയാണ് ചെയ്യും. മിക്കവാറും തേർഡ് അലോട്ട്മെന്റ് ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അതും കൂടി വന്നു കഴിഞ്ഞാൽ മെജോറിറ്റി ആളുകൾക്ക് എന്ത് ചെയ്യും, സീറ്റ് ലഭിക്കും. ഇപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ സമയത്ത് ഇഷ്ടമില്ല, എനിക്ക് ആ സ്കൂളിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ആ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാതെ ഒരുപാട് അഡ്മിഷൻ പ്രോസസ് പുറത്തായ കുറേ കുട്ടികളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അലോട്ട്മെന്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഡേറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ നാറ്റിവിറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കാസ്റ്റൊക്കെ തെറ്റ് സംഭവിച്ചൊക്കെ അലോട്ട്മെന്റ് പ്രോസസ് പുറത്തായ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇനി അവർക്ക് എഡിറ്റിംഗ് ഒന്നും ലഭ്യമല്ല. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ തള്ളത്, ഇതുവരെ ഒന്നും കിട്ടാത്ത അപ്ലൈ ചെയ്യാത്ത കുട്ടികളൊക്കെ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലേക്ക് പിന്നെ നല്ലൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക്, അല്ലെങ്കിൽ വീണ്ടും ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിലേക്ക് നിങ്ങൾ അതിൻ്റെ ഭാഗമാകാൻ സാധിക്കും. സ്കൂളുകളൊക്കെ അവൈലബിൾ ഉണ്ട് എന്ന് പറഞ്ഞത്, പക്ഷേ ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ട് മലബാർ, കോഴിക്കോട്, മലപ്പുറം പ്രദേശത്തെ കുട്ടികൾക്ക് ഒരുപാട് സീറ്റ് കുറവുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷേ കഴിഞ്ഞ വർഷവും ഇങ്ങനെ ഒരുപാട് അലിഗേഷൻസും ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ട് പോലും ആസ് യൂഷ്വൽ ഗവൺമെൻറ് അഡീഷണൽ ബാച്ചൊക്കെ അനുവദിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിഷനൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അലോട്ട്മെന്റ് കൊടുക്കുന്ന പ്രോസസ്സ് കറക്റ്റാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഉറപ്പുവരുത്താം. വീണ്ടും ഞാൻ ഒരു കാര്യം കൂടി അണ്ടർലൈൻ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം ആളുകൾ, ഈ കാണുന്ന കുട്ടികൾ അല്ലെങ്കിൽ പാരൻസ് എത്രത്തോളം സീരിയസ് ആയി എടുക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ സീരിയസ് ആയി എടുക്കുന്ന ചില കാര്യങ്ങൾ കാരണം, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഈ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു കുട്ടികളെ പഠിപ്പിക്കാനും ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് ഏകദേശം 2018 മുതലാണ് ഞാൻ എൻ്റെ പഠിപ്പിക്കുന്ന പരിപാടി ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 2026 ഏകദേശം 8 വർഷത്തോളമായി ഞാൻ ഈ മേഖലയിൽ. ആ ഒരു 8 വർഷത്തിനിടയിൽ എനിക്ക് ഒരുപാട് വിദ്യാർത്ഥികളെ, അതായത് ചുരുക്കി പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അതിശോക്തിയാവില്ല. കാരണം 2021 മുതൽ ഞാൻ ഓൺലൈനിൽ പഠിപ്പിക്കുകയാണ്. ആ സമയത്തൊക്കെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ലൈവിൽ പഠിപ്പിച്ച ഒരാളാണ്. അത് 8 ആയിക്കോട്ടെ, 9 ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ, +1 ആയിട്ട് +2 ആയിക്കോട്ടെ. ആ കാലത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇപ്പോഴത്തെ പല കുട്ടികളും ഞാൻ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. അത് പാരൻസും കുട്ടികളൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്.
നിങ്ങൾ എഫേർട്ട് എടുത്തോ, നിങ്ങൾ ആത്മാർത്ഥമായി ഇൻട്രസ്റ്റോട് കൂടി, താല്പര്യം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഉള്ളിൽ, ഒരു താല്പര്യമില്ലാതെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒരു സാധനം കിട്ടില്ല. നേരെ മറിച്ച് നിഹാൽ സാർ എന്തോ പറയുന്നത് കേട്ട് നോക്കട്ടെ. ആ താല്പര്യത്തോടാണെങ്കിൽ ഞാൻ പറഞ്ഞ ഓരോ ലൈൻ ബൈ ലൈൻ ചിലപ്പോൾ നിങ്ങളുടെ തലയിലുണ്ടാവും. ഇതാണ് ഒരു ലേണറെ സംബന്ധിച്ചോളം, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ഏറ്റവും ബേസിക് ആയ വേണ്ട സാധനം. നിങ്ങൾ ആ ഒരു എഫേർട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ആത്മാർത്ഥത ഉണ്ട് നിങ്ങൾ പഠിക്കുന്നതിൽ കാണിക്കുന്നത്, അത് കാണിച്ചില്ലേ മക്കളെ, ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടാൻ വേണ്ടി പോകും. അത് പഠിച്ചുകൊണ്ട് ഒരു ഗുണം കിട്ടാൻ വേണ്ടി നേരെ ഒരു ആത്മാർത്ഥ, വളരെ എന്താ പറയുക, നിങ്ങൾ ഈ ആത്മാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ബാക്കിയുള്ള പരിപാടിയൊക്കെ മാറ്റി വെച്ച് പഠനത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കാമെന്നല്ല, എല്ലാം നമുക്ക് വേണം. അതിനപ്പുറത്തേക്ക് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ സ്റ്റഡീസിന് കൊടുക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ നിങ്ങൾ പഠിക്കണം എന്നാണ്. പ്ലസ് വൺ പ്ലസ് ഒക്കെ നന്നായി പഠിക്കാനുണ്ട്, ആ രീതിയിൽ നിങ്ങൾ പഠിച്ചേ പറ്റൂ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക. അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കിട്ടിയ ആളുകളും കിട്ടാത്ത ആൾക്കാരും, കിട്ടിയ ആളുകൾ ഉടൻ തന്നെ എന്ത് ചെയ്യുക, പിന്നെ ഈ പറഞ്ഞ ഡേറ്റിൽ പോയി അഡ്മിഷൻ എടുക്കുക. പിന്നെ ഫസ്റ്റ് ഓപ്ഷനായി കിട്ടിയെങ്കിൽ ഒരു സംശയം വേണ്ട, അത് തന്നെയാണ് നിങ്ങളുടെ സ്കൂൾ, ഇനി അതിൽ മാറ്റമൊന്നുമില്ല, അവിടെ തന്നെ എടുക്കുക. ഇനി വീണ്ടും പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയ സ്കൂളിൽ തന്നെയാണ് കിട്ടിയെങ്കിൽ പിന്നെ നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ആ സ്കൂളിൽ തന്നെ ഡയറക്റ്റ് പോയി പെർമനൻ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, അഡ്മിഷൻ എടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത്. നമുക്ക് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ വേറെ 2 പുസ്തകങ്ങൾ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ എനിക്ക് മാത്രമല്ല, ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്കും വലിയ ഉപകാരം ഉണ്ടാകുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് ആക്ടിവിറ്റി പോലെ വർക്കൗട്ട് ചെയ്യാനുള്ള, നിങ്ങളുടെ ഓരോ ദിവസവും കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള പ്ലാനുകളാണ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക, ഇതിൻ്റെ ഉപയോഗങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ എന്നാൽ കൃത്യമായ രീതിയിൽ ഒരു പ്ലാനോടുകൂടി നമ്മുടെ സ്റ്റഡീസിനെയും നമ്മുടെ അക്കാഡമിക്സിനൊക്കെ കൊണ്ടുപോയി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ കുറച്ചും കൂടി നിങ്ങൾക്ക് വേണ്ടി കുറച്ചും കൂടി സീരിയസ് ആയി ചില കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ബെൽ ബട്ടൺ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.